അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് മോനെയും കൂട്ടിയിട്ട് ഒരു സ്ഥലം വരെ പോവാണ്. ബസ് വരുന്നുണ്ട്. ആ ബസ് വരുന്നുണ്ടെന്ന് പറയുന്ന എക്സൈറ്റ്മെന്റ് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എങ്ങോട്ടോ ആണെന്നില്ലേ? എങ്ങോട്ടും അല്ല, ഹോസ്പിറ്റലിലേക്ക് മോനെയും കൊണ്ട് പോവാണ്. മോനെ കാണിക്കണം, ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇത് മൂപ്പര് സ്വയം എടുക്കുന്നതാണ്, അവന്റെ അബ്ബാക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടേ. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോ മൂപ്പർക്കും ഒരു കൗതുകം, അവനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. തൃശ്ശൂരുള്ള ദയ ഹോസ്പിറ്റലിലായിരുന്നു അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, കുതിരാൻ കഴിഞ്ഞിട്ട് വേണം നമുക്ക് തൃശ്ശൂർക്ക് പോകാനായിട്ട്. അപ്പം ഇതാണ് കുതിരാൻ ടണൽ. ഇതായിരുന്നു നമ്മുടെ കേരളത്തിലെ ലോങ്ങസ്റ്റ് ടണൽ. 1 കിലോമീറ്റർ ഉണ്ട് അത്. ഈ ടണലിന്റെ ഇനോഗ്രേഷന്റെ പിറ്റേ ദിവസമാണ് ഞാൻ ഇവനെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നത്. ടണലൊക്കെ വരുന്നതിന് മുൻപ് പണ്ട് നമ്മൾ കുതിരാൻമല ഇറങ്ങിയിരുന്നത് 3 കിലോമീറ്റർ ചുറ്റിയിട്ട് ആണ്, അപ്പുറത്തൂടെയാണ് പോയിരുന്നത്. ഒരു ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഒരു പാലം കഴിഞ്ഞ്. ഇപ്പോഴും ആ പാലൊന്നും പൊളിഞ്ഞിട്ടില്ല, അങ്ങനെ തന്നെ ഉണ്ട്. അതാണ് പണ്ടുള്ളതും ഇപ്പോഴുള്ളതും തമ്മിലുള്ള വ്യത്യാസം അല്ലേ. ആ വഴി കൂടെയാണ് പോവാറ്. ഇപ്പൊ ആ വഴി കൂടെ ആരും പോവാറില്ല. ഒരു അമ്പലമുണ്ട്, ആ അമ്പലത്തിലോട്ട് മാത്രമാണ് ആൾക്കാർ ഇപ്പം അങ്ങോട്ടേക്ക് പോകുന്നുള്ളൂ. അപ്പൊ ഇപ്പൊ അവിടെ കുരങ്ങ് ഇറങ്ങുന്നുണ്ട്, ആന ഇറങ്ങുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതൊക്കെയാണ് നമ്മുടെ കുതിരാനിലെ വിശേഷങ്ങൾ. അങ്ങനെ നമ്മൾ തൃശ്ശൂരെത്തി, ഒരു ഓട്ടോ എടുത്തിട്ട് പോവാണ് ഹോസ്പിറ്റലിലേക്ക്. ആ ചേട്ടനൊരു പാവം ചേട്ടനായിരുന്നു. നമ്മൾ എന്തിനാ ഹോസ്പിറ്റലിൽ പോകുന്ന, മോനെ കാണിക്കാനാന്ന് പറഞ്ഞപ്പോ ആ ചേട്ടന്റെ മക്കളുടെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതുപോലെ വേണം ശരിക്കും നമ്മളൊരു നാട്ടിൽ ചെല്ലുമ്പോൾ അല്ലെ, അവിടുത്തെ ഹോസ്പിറ്റാലിറ്റി അത് ഫസ്റ്റ് നമ്മൾ അറിയുന്നത് അവിടുത്തെ ഓട്ടോറിക്ഷക്കാരുടെ എന്നാണ്. പിന്നെ അതുപോലെ കടക്കാര് അല്ലെ. എന്താ നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യൂ. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി. അങ്ങനെ അവിടെ എത്തി ടോക്കണൊക്കെ എടുത്ത് ഡോക്ടർ OPയിൽ പോയപ്പോൾ ഡോക്ടർ കഴിക്കാൻ പോയിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പൊ പിന്നെന്താ, എനിക്ക് അവിടെ കുറച്ച് പരിചയക്കാരുണ്ട്, അവരെയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് കാണാമെന്ന് വിചാരിച്ചതല്ല, അല്ലെങ്കിൽ അവിടെ പോയാൽ അവരെയൊക്കെ കാണാറുണ്ട്. കാരണം ഞാൻ നേരത്തെ ഇവിടെ ട്രെയിനിങ്ങിന് കയറിയപ്പം നിന്നിരുന്ന ഡിപ്പാർട്ട്മെന്റിലെ എൻ്റെ കുറച്ച് നല്ല നല്ല ബന്ധങ്ങളാണ് അതൊക്കെ. ബേസ്മെന്റിലാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഉള്ളത്. താഴെ ഇറങ്ങിയപ്പം ആകെ മാറിയിരിക്കുന്നു. അവിടെ ഡിപ്പാർട്ട്മെന്റേ ഇല്ല. ഡിപ്പാർട്ട്മെന്റ് ഉള്ള സ്ഥലത്ത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഏരിയയോ അങ്ങനെ എന്തോ ഒരു സംഭവം. നോക്കിയപ്പോ അവിടെ പേഷ്യൻസ് ഒക്കെ കിടക്കുന്നുണ്ട്. പിന്നെ തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ചു അങ്ങടെ MRD. നോയ്ക്കാണ് അതൊക്കെ ഒരു കഥയാണ്. വാ എന്നിട്ട് പറഞ്ഞുതരാം ഞാൻ. നെക്സ്റ്റ് അവിടെ ഉണ്ട്. മീര ചേച്ചി എവിടെ? അഹോ ഇതാണ് നമ്മുടെ ഷർമി ചേച്ചി. MRDയിലെ ഓൾ ഇൻ ഓൾ ആണ് ആള്. കുറേ വിശേഷങ്ങൾ പറയാനുണ്ടായിരുന്നു, പക്ഷെ മോനൊന്നും പറയിപ്പിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ സമയമില്ലാത്തത് അത് വേറെ കാര്യം. അവനവിടെ നിൽക്കാനേ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഇത് മീര ചേച്ചി. മൂപ്പര് വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ഇങ്ങനെ നിൽക്കാണ്. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഷർമി ചേച്ചി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ഞാൻ വന്നിട്ടുണ്ടെന്നുള്ളത്. ഞാനൊരു 3 വർഷം മുൻപാണ് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോഴും അവരൊക്കെ ആയിട്ട് ഇപ്പോഴും നല്ല കോണ്ടാക്ട് ഉണ്ട്. എന്ന് വെച്ചാൽ എന്നും വിളിക്കുക, സംസാരിക്കുക, അതൊന്നും അല്ലെങ്കിലും നമ്മൾ ഇപ്പോഴും ആ പഴയതുപോലെ തന്നെയാണ്. പിന്നെ അവിടെ ഒരു ജൂലി മാം ഉണ്ടായിരുന്നു. മാം ഇപ്പൊ അവിടെ ഇല്ല, പുറത്താണ്. ആള് ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു മാമായിരുന്നു, നല്ല മാമായിരുന്നു. പിന്നെ വേറെയും കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അവരൊന്നും ഇപ്പൊ അവിടെ ഇല്ല. ഇത് നമ്മുടെ ശ്രീകുട്ടൻ അക്ക അശ്വിൻ. എന്താ മോനെ വിശേഷം? അതായത് ആള് നല്ലൊരു പാട്ടുകാരനാണ്, നന്നായിട്ട് ചിത്രം വരയ്ക്കും, പിന്നെ കഥ എഴുതും. അങ്ങനെ മൊത്തത്തിലൊരു കഴിവേറിയാണ്. പിന്നെ നമ്മളവിടെ കുറച്ചു നേരം ഒന്ന് കത്തിയടിച്ച് കഴിഞ്ഞപ്പോഴേക്കും മോനെ കാണിക്കാനുള്ള സമയമായി.
ഡോക്ടർ രാകേഷിനെയാണ് ഞാൻ മക്കളെ കാണിക്കാറുള്ളത്. ആരെങ്കിലും മക്കളെ കാണിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞാൻ ഈ ഹോസ്പിറ്റലിൽ തന്നെ കാണിക്കാന്ന് പറഞ്ഞാൽ ഞാൻ ചെറുപ്പം തൊട്ടേ ഇവിടെയാണ് കാണിക്കാറുള്ളത്. അതായത് എനിക്ക് അസുഖം വരുമ്പോൾ ഉമ്മ പപ്പ എന്നെ കൊണ്ടുവന്ന് കാണിക്കുന്നത് ഇവിടെയാണ്. അതുകൊണ്ട് എനിക്ക് ഇവിടെ കാണിച്ചാലേ, ഇവിടുത്തെ ഡോക്ടേഴ്സിനെ കണ്ടാലേ ഒരു സമാധാനം കിട്ടുള്ളൂ. അത് മാത്രമല്ല, നല്ല ഡോക്ടേഴ്സാണ്, നല്ല കെയർ ആണ്, പിന്നെ ആണെങ്കിൽ നല്ല വൃത്തിയുമാണ്. അപ്പൊ പിന്നെ ഞാൻ പ്രഗ്നന്റ് ആയപ്പോഴും ഇവിടെ തന്നെ വന്ന് പ്രസവിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് രണ്ടും അങ്ങനെ തന്നെയായിരുന്നു. കൺസൾട്ടേഷൻ ഒക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ഫുഡ് അടിക്കാനാണ് പോയത്. മോനെ ലാബിൽ പോയി ബ്ലഡ് എടുത്തു. കുട്ടിക്ക് അത് ഭയങ്കര പുന്നാരായിരുന്നു. അത് വീടെത്തുന്നത് വരെ ആ സ്റ്റിക്കർ ഉണ്ടായിരുന്നു, അല്ല ബാൻഡേജ്. കുട്ടികൾ ചോക്ലേറ്റ് അടിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പൊ പിന്നെ അത് കുറച്ച് ഞാനും കഴിച്ച് ഞങ്ങൾ സഹായിക്കാന്ന് വിചാരിച്ചു. അതുകൊണ്ട് ചോദിക്കാണ്. പക്ഷെ അവിടെ നിന്ന് കിട്ടാൻ കുറച്ച് പാടാ. വന്നപ്പോൾ എന്നെ പോലെ ആവുന്ന വിധം ഒരു വലിയ പീസ് കടിക്കുകയും ചെയ്തു. അത് മൂപ്പർക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ചപ്പാത്തി വന്നു, ബീഫ് വന്നു. അത് കഴിഞ്ഞ് ഒരു ജ്യൂസും കുടിച്ച് ഞങ്ങൾ ഇറങ്ങി. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ടാറ്റാ, ബൈ.